ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന നല്ലൊരു അടിപൊളി ഓർഗൻസ സാരിയാണ്. സിൽക്ക് ഓർഗൻസയിൽ ആപ്ലിക്യൂ വർക്കും ഫാബ്രിക് പെയിൻറ്റും ചെയ്തൊരു സാരിയാണ്. നല്ല ലോട്ടസ് ഡിസൈനൊക്കെ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. അപ്പോൾ ഈ ഒരു സാരി ഞാൻ ഓണത്തിന് മുമ്പായിട്ട് ഓണം സ്പെഷ്യലായിട്ട് കാണിക്കാനായിട്ടിരുന്നതാണ്. പക്ഷേ അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എംബ്രോയ്ഡറി വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അപ്പോൾ കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത വർക്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് ഇത്. ഞാൻ അതിൻ്റെ അകത്ത് ആ ഒരു കളർ കോമ്പിനേഷനാണ് ലോട്ടസിൻ്റെ ആ ഒരു പിങ്ക്, ഒരു ക്രീമിഷ് കളർ, ഓഫ് വൈറ്റ് ക്രീമിഷ് ഷെയ്ഡായിട്ടുള്ള ഒരു സാരിയാണ്. അതിൻ്റെ അകത്താണ് ഈ ആപ്ലിക്യൂ വർക്ക് വന്നിരിക്കുന്നത്. ചെയ്യാൻ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിലും കണ്ടാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു പാർട്ടി വെയർ ആയിട്ട് കൊടുക്കാവുന്ന രീതിയിൽ വരുന്ന ഒരു സാരിയാണ്. ഈ ഒരു സാരി കസ്റ്റമൈസേഷനാണ്. നമുക്ക് കസ്റ്റമർ പ്രൊഡക്റ്റ് ഇങ്ങോട്ടേക്ക് അയച്ചു തന്നിട്ട് നമ്മൾ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് പറഞ്ഞാൽ മതി, നമ്മൾ അതുപോലെ കസ്റ്റമൈസേഷൻ ചെയ്തു തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അമ്മൂസ് കളക്ഷൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന സാരീസിൻ്റെയൊക്കെ ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുഞ്ഞൊരു വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരി ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വർക്ക് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണണം അല്ലെങ്കിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ അടുത്ത് തന്നെ അതിൻ്റെ വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സാരി കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗൻസ സാരി. സിൽക്ക് ഓർഗൻസയാണ്. ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ക്രീം എന്നൊക്കെ പറയുന്ന ഒരു കളറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ ആപ്ലിക്യൂ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓർഗൻസ സാരിയുടെ മുന്താണി വരുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കി, പിങ്ക് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ വന്നപ്പം. ഇത് പിങ്ക് ലോട്ടസ് ഫ്ലവർ ചെയ്തിരിക്കുന്ന ആപ്ലിക്യൂ വർക്കാണ്. ഓർഗൻസ മെറ്റീരിയൽ, സിൽക്ക് ഓർഗൻസ മെറ്റീരിയൽ തന്നെ ലോട്ടസ് ഫ്ലവർ പാറ്റേണിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ച് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ്. ആര്യ നീഡിലും കൊണ്ട് ആര്യ വർക്ക് ചെയ്യുന്ന മാതിരി നമ്മൾ, പക്ഷേ ആര്യ നീഡിലല്ല, നോർമൽ നീഡിൽ വെച്ച് ആങ്കർ ത്രെഡ് യൂസ് ചെയ്ത് 3 strands ആണ് ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് അടുപ്പിച്ച് തയ്ച്ചിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്. ആര്യ നീഡിലാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചെയ്ത് തീർക്കും. ഇതാകുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് നോർമൽ നീഡിൽ ചെയ്യുമ്പോൾ. അത്രയേ ഉള്ളൂ ഒരു വ്യത്യാസം. അപ്പം ഇതുപോലെയാണ് നമ്മൾ ഫുൾ ലോട്ടസ് ഫ്ലവർ, പല സൈസിലുള്ള ലോട്ടസ് ഫ്ലവേഴ്സാണ്, വലുതും കുഞ്ഞതും ബഡും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ സ്റ്റെമ്മും ബറ്റർ ഇതൊക്കെ ലീവ്സൊക്കെ നമ്മൾ തയ്ച്ചിരിക്കുന്നത് ആദ്യം ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് ഒരു കോട്ട് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞ് അത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ അതിന് ചുറ്റും സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു സീഡ്സ് പോലെ നമ്മൾ തയ്ച്ചിരിക്കുന്നത് ഫ്രഞ്ച് നോട്ട്സ് ആണ്. ഇത് 3 strands കൊണ്ടാണ്, 6 strands അല്ല 3 strands കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറിൻ്റെ കുറച്ചും കൂടെ ലൈറ്റർ ഷെയ്ഡ് ഒലീവ് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെം തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇതാദ്യം പെയിൻറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് ഡ്രൈ ആവണം, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് തയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടൊക്കെ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം സമയം ചെയ്ത് തീർക്കാൻ സമയം കുറച്ച് അധികം എടുക്കും. ഈ ഒരു മുന്താണിയിലുള്ള ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഇവിടം വരെയുള്ള ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 17 inches ആണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാം മുന്താണിയുടെ ഏകദേശം ഫുൾ ഓൾമോസ്റ്റ് പോർഷൻ വരെ നല്ലൊരു പോർഷൻ തന്നെ നമുക്ക് വർക്കായിട്ട് ദൂരെ പോകും. 17 inches ലെങ്ത്തിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. പലതും പല ഹൈറ്റാണ്, മാക്സിമം ഹൈറ്റാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 17 inches. അപ്പോൾ ഇങ്ങനെയാണ് ഫുൾ സാരിയുടെ മുന്താണി ഇരിക്കുന്നത്. അപ്പോൾ അത് അഴിച്ചിടുവാണെങ്കിൽ അല്ലെങ്കിൽ ഞെറിഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ മുന്താണി പിടിക്കുവാണെങ്കിൽ ഫുൾ ഡിസൈൻ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കാണാം. ഇത് വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി. വീഡിയോയിൽ അതിൻ്റെ കളർ കോമ്പിനേഷൻ അത്ര എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ വന്നിട്ട്
ഷോൾഡർ പ്ലീറ്റിൽ ഇത് ഇതുപോലെയാണ്. ഷോൾഡറിൻ്റെ ഇവിടെ മുതൽ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചാണ്. ഒത്തിരി ലെങ്ത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഞെറിഞ്ഞേ കൊടുക്കുകയുള്ളൂ, അഴിച്ചിടുന്ന ആളല്ല, വൺ പ്ലീറ്റ് ഇടുന്ന ആളല്ല, ഞെറിഞ്ഞു കൊടുക്കുന്ന. അപ്പോൾ ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കാണുന്ന രീതിയിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെംസിൻ്റെയൊക്കെ ലെങ്ത്ത് കുറച്ച് ആണ് നമ്മൾ ഡിസൈൻ വരച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഡിസൈൻ പോകുന്നു. ഇതും അത് ബാക്കിലോട്ട് വളഞ്ഞു പോകുന്ന പോർഷൻ വരെ ഡിസൈൻ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കുഞ്ഞു ലോട്ടസ് ഫ്ലവറാണ് കൊടുത്തേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞെറിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ കയറി പോകത്തേയുള്ളൂ, കാണത്തില്ലാത്തതുകൊണ്ട്. ഇത് ബാക്കിലോട്ട് വരുന്ന പോർഷനിൽ വന്നപ്പം അവിടെ ഫുള്ളായിട്ട് വിടർന്ന് കാണുന്ന പോർഷൻ ആയതുകൊണ്ടാണ് അവിടെ വലിയൊരു ലോട്ടസ് ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കുറച്ച് പോർഷൻ മാത്രമാണ് വർക്കില്ലാണ്ട് വരുന്നുള്ളൂ. ഇവിടുന്ന് ഒരു ഞെറി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടം വരെ വർക്ക് ഉണ്ടാവില്ല ബാക്ക് സൈഡിൽ നിന്ന്. പിന്നെ മുഴുവനും പെയിൻറ്റിങ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് കാലിൻ്റെ അവിടെ വരുന്ന, കാലിൻ്റെ പോർഷനിൽ വരുന്ന ഡിസൈനിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടുമ്പോൾ തന്നെ സാരി ഫോൾ കിട്ടിയാണ് ഈ സാരി നമുക്ക് കസ്റ്റമർ തന്നിരുന്നത്. പിന്നെ നമ്മൾ സാരി ഫോൾ അത് ഊരിയ ശേഷമാണ്, റിമൂവ് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മളിതെല്ലാം എംബ്രോയ്ഡറി ചെയ്തിട്ട് പിന്നെ വീണ്ടും റീഫിക്സ് ചെയ്യുവാണ് ചെയ്തത്. അപ്പം നമ്മൾ തയ്ക്കണം, പ്ലെയിൻ സാരിയിൽ തയ്ക്കണം എന്നുണ്ടെങ്കിൽ സാരി ഫുൾ സ്റ്റിച്ച് ചെയ്ത് സാരി ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇതുവരെ റിമൂവ് ചെയ്ത് നമ്മൾ ചെയ്തിട്ട് പിന്നെ അത് ഫിക്സ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്ന ഡിസൈനിങ് ആണ്. അത് കഴിഞ്ഞ് ഒരു കുഞ്ഞ് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത പ്ലീറ്റിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡിസൈനിങ് വരുന്നു, പിന്നെയും ഡിസൈൻ. അങ്ങനെ 3 ഇതുപോലത്തെ ഡിസൈനുണ്ട്. ഒരു ഫ്ലവറും ഒരു ബഡും ആയിട്ടുള്ള 3 ഡിസൈൻ കാലിൻ്റെ അവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ. അപ്പോൾ ഇത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതൊരു ഫസ്റ്റ് പ്ലീറ്റിലും കൂടെ ഈ ഡിസൈൻ വരും. അത്രയും വീതിയുണ്ട് ഈ ഒരു പാറ്റേണിന്. അപ്പോൾ അത് താഴെ മുഴുവൻ ഇതുപോലത്തെ ലോട്ടസ് ഡിസൈനായിട്ട് ഇതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് പീസോ അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഓർഗൻസ ബ്ലൗസ് പീസ്, പിങ്ക് കളർ ബ്ലൗസ് പീസ് അല്ലെങ്കിൽ സെയിം ഈ കളർ ബ്ലൗസ് പീസിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടാൽ നല്ലതായിരിക്കും. ഇതുപോലെ തന്നെ ലോട്ടസ് പാറ്റേൺസ് ബാക്ക് മുഴുവൻ പെയിൻറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇട്ടാൽ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ബ്ലൗസ് പീസസൊക്കെ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് മുഴുവൻ വർക്കാണല്ലോ, അതുപോലെ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ആപ്ലിക്യൂ വർക്കും ഫാബ്രിക് പെയിൻറ്റും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരി ആപ്ലിക്യൂ വർക്കും പെയിൻറ്റിങ്ങും കൂടെ ചെയ്ത ഈ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നിങ്ങൾക്കും കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് അറിയിച്ചാൽ മതി. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.